തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ സർവത്ര റിവ്യൂ ചാനലുകളും പ്രൊമോഷൻ പേജുകളും ഗുഡ് റിവ്യൂ കൊടുത്തിട്ടും ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഫിലിമായിരുന്നു ഉള്ളൊഴുക്ക്. റിവ്യൂവേഴ്സാണ് സിനിമ നശിപ്പിക്കുന്നതെന്ന് മുറവിളി കൂട്ടുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. റിവ്യൂവേഴ്സ് കനിഞ്ഞനുഗ്രഹിച്ചിട്ടും എന്തേ ഈ സിനിമ രക്ഷപ്പെട്ടില്ല? കണ്ടന്റ് മാത്രമല്ല സിനിമ, സ്റ്റാർ കാസ്റ്റും മൂവി പ്രേക്ഷകന് കൊടുക്കുന്ന ഫീലും കാണാൻ താല്പര്യമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഘടകമോ ഉണ്ടെങ്കിലേ ഓടൂ, അഥവാ ഉണ്ടെന്ന് തോന്നിപ്പിച്ചാലും ഓടും. അപ്പോൾ സിനിമ ആവറേജ് നല്ലൊരു സ്റ്റോറിയാണ്. പശ്ചാത്തലം ഒരു രോഗക്കിടക്ക, മരണവീട്, അടക്കം നടത്താൻ പോലും പറ്റാത്ത പ്രതികൂല കാലാവസ്ഥ, ഇതിനിടയിലെ രണ്ട് മനുഷ്യരുടെ കഥയാണ്. എന്തായിരുന്നു അവരുടെ ലൈഫ്, ഇനി എങ്ങോട്ടേക്കാണ് അവരുടെ ജീവിതം പോകുന്നത്, ഇതറിയുവാനാണ് ഈ സിനിമ കാണേണ്ടത്. മെയിൻ ആക്ടേഴ്സായ ഉർവശിയും പാർവതിയും പെർഫോമൻസ് കൊണ്ട് നമ്മൾ പിടിച്ചിരുത്തും. ഈ പശ്ചാത്തലം ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ലാഗടിപ്പിക്കും. നെഗറ്റീവ് വൈബാണ് പ്രേക്ഷകർ കിട്ടുന്നത്. പക്ഷേ ആ സ്റ്റോറിക്ക് അത് ആവശ്യമാണ്. എല്ലാവരും അത് സഹിക്കുമോ എന്നിടത്താണ് പ്രശ്നം. എൻജോയ്മെന്റ് എന്നതിനപ്പുറം നല്ല കഥകളെ അറിയാൻ ശ്രമിക്കുന്നവർക്ക് നല്ലൊരു മൂവിയാണ് ഉള്ളൊഴുക്ക്. OTT ഇറങ്ങിയപ്പോൾ പല അങ്കിൾസ് ഗ്രൂപ്പിലും ഈ സിനിമയെ ട്രോളി ഇതെന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന ചോദ്യമുണ്ടായി. സിനിമ സമൂഹത്തിന് സന്ദേശം നൽകാനുള്ളതാണെന്ന് പേഴ്സണലി എനിക്ക് അഭിപ്രായമില്ല. സിനിമയെ ഒരു സംഭവമായി മാത്രം കണ്ടാൽ പോരെ. ഓരോ പുതിയ കഥയും പുതിയ സംഭവങ്ങൾ, പലരുടെയും ജീവിതങ്ങൾ, എല്ലാത്തിലും ഗുണപാഠം ചെയ്യാൻ പോയാൽ സൊസൈറ്റിയെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വമൊന്നും സിനിമയ്ക്കില്ലെന്ന് മനസ്സിലാക്കുക. പിന്നെ ക്ലൈമാക്സ് പ്രെഡിക്റ്റബിൾ ആയിരുന്നുവെങ്കിലും ആ ക്ലൈമാക്സിന് വേണ്ടി അതുവരെ നന്നായി പോയിക്കൊണ്ടിരുന്ന ഒരു ക്യാരക്ടറിനെ സഡൻലി പിടിച്ച് വില്ലനാക്കിയ പോലെ തോന്നി. ഒരു മേക്ക് ബിലീഫിന്റെ ചെറിയ പ്രശ്നം ഒഴിച്ചാൽ സാഡ് മോഡിൽ പോകുന്ന പുതിയൊരു കഥയുള്ള അത്യാവശ്യം നല്ലൊരു സിനിമയായി ഉള്ളൊഴുക്ക് മാറുന്നു.